അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ NH ഫിഷറീസ് റോഡ് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം നടത്തി. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് പരിധിയിലുള്ള ഐശ്വര്യ ഓഡിറ്റോറിയം റോഡ് പൊളിച്ചിട്ട് 4 മാസത്തോളമായി. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടിയാണ് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. മഴയാകുമ്പോൾ ചെളിയായതിനാൽ നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. അമ്പലപ്പുഴ കച്ചേരിമുക്കിന്റെ അവസ്ഥയാണിത്. പൊളിഞ്ഞുകിടക്കുന്ന റോഡ് ഉടൻ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സെക്രട്ടറി G. അനിൽകുമാർ, വിജയ് മോഹൻ, പീതാംബരൻ, സിമി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടുപടിക്കൽ നിന്ന് സ്കൂളിലേക്ക് ബസ്സിൽ പോയിരുന്നവർ ഇന്ന് ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമുക്കറിയാം, അമ്പലപ്പുഴ ജംഗ്ഷനിലെ ഒരു ഓഡിറ്റോറിയമുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നവർ ഇന്ന് ഏറെ ക്ലേശം അനുഭവിക്കുകയാണ്. മഴ പെയ്താൽ നടന്നു പോകുവാൻ പോലും കഴിയാത്ത രീതിയിൽ അന്യ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടി കടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത്. നാം മനസ്സിലാക്കണം, വികസനത്തിന് നമ്മളാരും എതിരല്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമല്ല, 2 മാസമല്ല, 4 മാസക്കാലത്തിലധികമായിട്ട് ഇവിടുത്തെ പ്രദേശ ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും ഇതിലൂടെ പോയിക്കൊണ്ടിരുന്നവരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ നാഷണൽ ഹൈവേ കരാർ കമ്പനിക്കാരൻ്റെ നിരുത്തരവാദപരമായ ഇടപെടൽ മൂലം ഇവിടെ കിഴക്കേ സൈഡിലുള്ള പൈപ്പ് ലൈൻ 2-3 തവണ പൊട്ടുകയുണ്ടായി. ഇപ്പോൾ ഈ കിഴക്ക് വശത്തുള്ള വീടുകളിലൊന്നും കുടിവെള്ളമില്ലാത്ത അവസ്ഥയാണുള്ളത്. ആ വീടുകളിലേക്കുള്ള കുടിവെള്ളമെല്ലാം ഈ റോഡിലൂടെ ജലം പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകിയതിൻ്റെ പേരിൽ അവിടത്തേക്ക് പൈപ്പിലൂടെ കുടിവെള്ളം എത്താത്ത അവസ്ഥയാണുള്ളത്. ഞങ്ങൾ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇത് നാഷണൽ ഹൈവേയുടെ കരാർ കമ്പനിക്കാരൻ തന്നെയാണ് പണിത് തരേണ്ടതെന്ന്. നാം മനസ്സിലാക്കണം, കച്ചേരി ജംഗ്ഷൻ ഓണം അടുത്തു വരുന്ന സമയമാണ്. അവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊന്ന് നോക്കണം. കച്ചേരി ജംഗ്ഷനിൽ ഇപ്പോഴിട്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ കുഴിയായി കിടക്കുകയാണ്. ഓണക്കാലത്ത് പോലും ഇവിടുത്തെ കടകളിലേക്ക് വരുന്നവർക്ക് നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കച്ചേരിമുക്ക് ജംഗ്ഷനിലെ റോഡിൻ്റെ അവസ്ഥ.